ഈ വ്യക്തിക്കാണെങ്കിലും ഭാര്യയ്ക്കാണെങ്കിലും ഒത്തിരി ശാരീരികമായിട്ടുള്ള രോഗങ്ങളും അല്ലെങ്കിൽ അസ്വസ്ഥതകൾ, ശരീരം മുഴുവൻ വേദന കാരണം ഉറങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് പറയാം. കുറെ മാസങ്ങളായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എനിക്ക് കാലിലും ദേഹം മൊത്തം നീരായിരുന്നു. എനിക്ക് ചെരുപ്പ് പോലും ശരിക്കും ഇടാൻ പറ്റില്ലായിരുന്നു. എവിടെ തൊട്ടാലും എനിക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു. 79 പോകുന്ന ഒരു ഏജിന്റെ സമയത്ത് പോലും ഒരു മരുന്ന് പോലും കൊടുക്കാതെയാണ് അവർക്ക് നടക്കാനും ഒക്കെ നമ്മൾ സാധിപ്പിച്ചത്. ഇനി ഫിസിയോതെറാപ്പി ഒരു നല്ല തരത്തിൽ ചെയ്താൽ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ. ഒന്ന് ഒരു വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു അലോപ്പതി ഡോക്ടർ ഈ ഫിസിയോതെറാപ്പി മാത്രമേ ഇനി പറ്റുള്ളൂ. വെറുതെ മെഡിസിൻ കഴിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്ന് ആ ഡോക്ടർ കണ്ടു. ഈ ഡിസ്ക് ബൾജും അല്ലെങ്കിൽ ശരീരവേദനകൾ മാറ്റാനായിട്ട് പലപ്പോഴും ആയുർവേദത്തിൽ ഒരു മരുന്ന് പോലും കഴിക്കേണ്ടതില്ല എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിളാണ് കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങളുടെ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന 2 രോഗികൾ, ഭാര്യയും ഭർത്താവുമാണ്. അവർക്ക് ചില ശാരീരിക പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ മറ്റവരുടെ പല രോഗങ്ങൾ കാരണം അവർ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്ക് ഒരു മരുന്ന് പോലും കഴിക്കാൻ പറ്റില്ല, പക്ഷെ ഞങ്ങളുടെ രോഗങ്ങളെല്ലാം മാറ്റിത്തരണം. അവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ഭയങ്കര ഡിസ്ക് കംപ്ലൈൻ്റ് ആയിട്ട് ഒത്തിരി 2 വർഷമായിട്ട് നേരെ നടക്കാൻ പോലും സാധിക്കാത്തൊരു വ്യക്തിയായിരുന്നു. ഈ വ്യക്തിക്കാണെങ്കിലും ഭാര്യയ്ക്കാണെങ്കിലും ഒത്തിരി ശാരീരികമായിട്ടുള്ള രോഗങ്ങളും അല്ലെങ്കിൽ അസ്വസ്ഥതകൾ, ശരീരം മുഴുവൻ വേദന കാരണം ഉറങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് പറയാം. കുറേ മാസങ്ങളായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇവർ ചികിത്സയ്ക്ക് വരാൻ, പക്ഷെ ഞങ്ങൾക്ക് തൽക്കാലം മരുന്നുകളൊന്നും കഴിക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞൊരു അവരുടെ ആവശ്യം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് പ്രശ്നമില്ല, ആയുർവേദത്തിന് ഒരുപാട് സാധ്യതകളാണ്, ഒരു മരുന്ന് പോലും കൊടുക്കാതെ തന്നെ നമുക്ക് ചികിത്സിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ആ മരുന്നുകളൊക്കെ ലഭിക്കുന്നുണ്ടോ, ശരിയായിട്ടുള്ള മരുന്നുകളൊക്കെ ഉണ്ടോ. എനിക്കും തുടക്കത്തിൽ ആയുർവേദത്തിൽ പഠിക്കുമ്പോൾ വലിയ ഡൗട്ടായിരുന്നു, മരുന്നുകളൊക്കെ ഇല്ലാതാകുമോ, എപ്പോഴും ശരിയായിട്ടുള്ള മരുന്നുകളൊക്കെ കിട്ടുമോ എന്നുള്ളത്. ആയുർവേദം പഠിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായത്, ആയുർവേദ ഡോക്ടർക്ക് ഈവൻ പച്ചവെള്ളത്തെയോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏത് മരുന്നിനെയും അതൊരു ഔഷധമാക്കി മാറ്റാൻ, അതിനെ പ്രത്യേക രീതിയിലൂടെ ചെയ്യാനായിട്ട് അവന് സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് വെറുതെ കുറച്ച് വെളിച്ചെണ്ണ ആയാലും അല്ലെങ്കിൽ ഒരു എള്ളെണ്ണ കിട്ടിയാൽ പോലും നമുക്ക് അത് ചികിത്സയിലേക്ക് ഒരു പ്രത്യേക രീതിയിൽ സന്നിവേശിപ്പിക്കാനുള്ള ഒരു കഴിവ് ഒരു ആയുർവേദ ഡോക്ടർക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. അപ്പൊ ഇന്ന് നമ്മളിവിടെ വന്ന ഡിസ്ക് ബൾജിന്റെയും നീർക്കെട്ടിന്റെ വേദനകൾ കൊണ്ടൊക്കെ വന്നിട്ടുള്ള 2 രോഗികളുടെ ടെസ്റ്റിമോണിയിലാണ് നമുക്ക് കേൾക്കാനായിട്ട് പോകുന്നത്. ഈ വ്യക്തികൾക്ക് ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ ഒരു മരുന്ന് പോലും ഇന്റേണലി കൊടുക്കാതെയാണ് ഇവരെ അത്രയും ബുദ്ധിമുട്ടേറിയ ഡിസ്ക് ബൾജും ഈ ഒരു ഏജിലും, ഈ ഒരു 79 പോകുന്ന ഒരു ഏജിന്റെ സമയത്ത് പോലും ഒരു മരുന്ന് പോലും കൊടുക്കാതെയാണ് അവർക്ക് നടക്കാനും ഒക്കെ നമ്മൾ സാധിപ്പിച്ചത്. അതുപോലെ തന്നെ വൈഫിന്റെ ആണെങ്കിലും ശരീരം മുഴുവൻ ഉണ്ടായിരുന്ന ഒരു വേദനകളെല്ലാം നമ്മൾ ഒരു മരുന്ന് പോലും കൊടുക്കാതെ ആ വേദന ശരീരത്തിൽ നീര് മുഴുവൻ വറ്റിക്കാനും ആ വേദനകൾ മുഴുവൻ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് സാധിച്ചു. നമുക്ക് ആ ഒരു ടെസ്റ്റിമോണിയിലേക്ക് നമുക്ക് പോകാം. എന്റെ പേര് ഷീന ജോർജ്. ഞാൻ തൃശ്ശൂർ വളരിക്കരയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ വന്ന് ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു ടീച്ചറിന്റെ വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ അവർക്ക് ഭയങ്കര സുഖമായി, 98% സുഖമായി എന്നാണ് അവര് ആ വീഡിയോയിൽ പറയണത്. അപ്പൊ തന്നെ ഞാൻ എന്റെ ഭർത്താവിനെ കാണിച്ചു കൊടുത്തു. ഞങ്ങൾ രണ്ടുപേരും ഉടനെ തന്നെ തീരുമാനം എടുത്തു ഞങ്ങൾ ഇങ്ങോട്ട് വരികയാണ്. അന്ന് പിറ്റേ ദിവസം ഞങ്ങൾ ഇവിടെ എത്തി, ഡോക്ടറെ കണ്ടു. ഡോക്ടറോട് സംസാരിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് പകുതി ആശ്വാസമായി. ഡോക്ടർ മാറ്റി തരാമെന്നാണ് ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞത്. അതോടുകൂടി ഞങ്ങൾക്ക് വളരെ തൃപ്തിയായി. 15 ദിവസത്തെ ട്രീറ്റ്മെന്റ് എടുത്തു. ഞാൻ വരുമ്പോൾ എനിക്ക് കാലിലും ദേഹം മൊത്തം നീരായിരുന്നു. എനിക്ക് ചെരുപ്പ് പോലും ശരിക്കും ഇടാൻ പറ്റില്ലായിരുന്നു. എവിടെ തൊട്ടാലും എനിക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു. കുറേ നാളായി, ഒരു 5-6 മാസത്തോളമായി ഞാൻ ആ വേദന സഹിച്ചു കൊണ്ടു നടക്കുമായിരുന്നു. ഇവിടെ വന്ന് ആദ്യത്തെ ദിവസം തന്നെ ആദ്യത്തെ ട്രീറ്റ്മെന്റിൽ തന്നെ എനിക്ക് ആ നീരിന്റെ ഒരു കുറച്ച് ആശ്വാസം കിട്ടി. പെയിൻ എനിക്ക് നല്ല ആശ്വാസം കിട്ടി. ഇപ്പൊ എന്റെ നീര് തീർത്തും പോയി. ഞാൻ ഒന്നുകൂടെ നല്ല ഉഷാറായി. എനിക്ക് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ വന്നേക്കാളും വളരെയധികം ഒരു 98% ഞാനും ഓക്കെ ആയി. അങ്കിളിന് എങ്ങനെയുണ്ടായിരുന്നു വരുമ്പോൾ, എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നേ? ഞാനൊരു പെട്ടെന്ന് വരുന്ന ഒരു വീഴ്ച കൊണ്ട് മൂട് കുത്തി വീണ ഒരു വീഴ്ചയായിരുന്നു. അപ്പൊ നട്ടലിന്റെ ഒരു 3, 4, 5, 6 കശേരുക്കൾ കംപ്രസ്ഡായി. പൊട്ടിയിരുന്നില്ല, എന്നാലും ആ കംപ്രസ്ഡ് ആയതുകൊണ്ട് ഇനി ഫിസിയോതെറാപ്പി ഒരു നല്ല തരത്തിൽ ചെയ്താൽ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ. ഒന്ന് ഒരു വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു അലോപ്പതി ഡോക്ടർ ഈ ഫിസിയോതെറാപ്പി മാത്രമേ ഇനി പറ്റുള്ളൂ, വെറുതെ മെഡിസിൻ കഴിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്ന് ആ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം ഫിസിയോതെറാപ്പി ചെയ്യാനൊരു സ്ഥലം അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഫിസിയോതെറാപ്പിയിൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്ന് കരുതി ഇങ്ങോട്ട് വരുന്നു.
ഇപ്പോൾ ഒരു 15 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഒരു വലിയ നല്ല ആശ്വാസവും, അതായത് ശരിക്കും പറഞ്ഞ പെയിൻ തീർത്തും മാറി. എത്ര നാളായിട്ട് നടുവേദന ഉണ്ടായിരുന്നു? ഇതിപ്പോ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 2 കൊല്ലത്തോളം ഇപ്പൊ വരുമ്പോ ഇത്തിരി വളഞ്ഞ പോലെയാണ് നടക്കണ്ടായിരുന്നത് അല്ലേ? വരുമ്പോ കുറച്ച് വളഞ്ഞ പോലെ നടക്കണ്ടേ. ഇപ്പൊ നീർത്ത് നടക്കാനുള്ള ഒരു പറ്റുന്നുണ്ട്, ഒരു ഉന്മേഷം ബോഡിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഏജ് എത്രയുണ്ട്? ഏജ് 79 ആയി. എന്നാലും നമുക്കൊരു ഉഷാറായില്ലേ ബോഡി? ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, എന്നാലും അതിനെ ഓവർകം ചെയ്ത് നല്ല തരത്തിൽ നടക്കാനായിട്ടുള്ളൊരു ആശ്വാസം, കോൺഫിഡൻസ് വന്നു നടക്കാനുള്ളത്. പെയിൻ ഓൾറെഡി പോയി, അതുകൊണ്ടാണ് കോൺഫിഡൻസ് വന്നത്. അപ്പൊ സന്തോഷം, താങ്ക് യു. ഇവരുടെ ഒരു ടെസ്റ്റിമോണിയൽ പ്രകാരം ഇവർക്ക് ഒരു 98% അത്രയും വേദനകളിൽ നിന്നും അവർക്കൊരു ആശ്വാസം ലഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് അക്കോർഡിംഗ് ടു ആയുർവേദം നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ പെട്ടെന്ന് നീര് വലിക്കുന്ന, ഒരുപാട് നീരുകൾ ഇല്ലാതാക്കുന്ന മരുന്നുകളുണ്ട്. അതിന്റെ വിവിധ തരത്തിലുള്ള എക്സ്റ്റേണൽ പ്രയോഗത്തിലൂടെയാണ് ശരീരത്തിൽ നീര് മുഴുവൻ നമ്മൾ ഇല്ലാതാക്കാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ ഡിസ്ക് ബൾജ്, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഡിസ്ക് ബൾജിന് ഒരു മരുന്നിന്റെയും ആവശ്യമില്ല. നമ്മൾ ആ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് മെത്തഡോളജി, അതിലൂടെ മാത്രം തന്നെ നമുക്ക് സുഖമായിട്ട് നമുക്ക് ആ ഒരു ഡിസ്ക് ബൾജ് ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് ഇതേപോലെ ആർക്കെങ്കിലും ഒത്തിരി വേറെ ഒരു രോഗങ്ങൾക്കൊക്കെ മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു മരുന്ന് പോലും ഇല്ലാതെ നമുക്ക് ഈ രോഗങ്ങളൊക്കെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.